ഉള്ളത് അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേക രോഗികളെ, ക്യാൻസർ ബാധിതരായി അന്ധകാരത്തിലേക്ക് തഴയപ്പെടുന്ന ഓരോ രോഗികളെയും ജീവിതത്തിന്റെ മനോഹാരിതയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന അന്തർദേശീയ പ്രശസ്തനായ സെയിന്റ് വിത്ത് ദ സ്റ്റെതസ്കോപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ VP ഗംഗാധരനാണ്. നമസ്കാരം സാർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. അതുമായി സാർ നമ്മുടെ ഈ ഓൺലൈൻ മീഡിയയിലേക്ക് വരാനും ഇത്രയും സമയം ഇതിൽ സ്പെൻഡ് ചെയ്യാനും കാണിച്ച സന്മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. ഡോക്ടർ, ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തെ അതിപ്രശസ്തമായ ഒരു ശാസ്ത്രശാഖയായി ഓങ്കോളജി വിഭാഗം മാറിയിരിക്കുകയാണ്. കാര്യം അതിനനുസരിച്ച് രോഗികൾ വർദ്ധിക്കുകയാണ്. എന്നാൽ ഡോക്ടർ ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന 35 വർഷം പിറകിലേക്ക് പോയാൽ ഇത്രയധികം പബ്ലിസിറ്റി ഇല്ലാത്ത ഒരു മേഖലയായിരുന്നിട്ടും ഡോക്ടർ ഇത് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമാക്കാം. എനിക്ക് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാല്, ഞാൻ MBBS പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊന്നും ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ആർക്കും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ഒന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ശാസ്ത്രലോകത്തും വളരെയധികം പുരോഗമനം ഇല്ലാത്തൊരു മേഖലയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ MBBS കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ ഓങ്കോളജി വേണമെന്നുള്ള നിർബന്ധമില്ല. നമ്മുടെ വി ആർ നോട്ട് എക്സ്പോസ് ഞാൻ വേണേൽ പറയാം. അങ്ങനെയാണ് ഞാനും ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങി എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിൻ ആയിരുന്നു. എൻ്റെ ജനറൽ മെഡിസിൻ എന്നുള്ളതായിരുന്നു ചോയ്സ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിത്തം എന്ന് വേണേൽ പറയാം. അങ്ങനെയാണ് ഞാൻ ഓങ്കോളജിയിലേക്ക് എത്തുന്നത്. അന്ന് ഞങ്ങൾ ഇവിടുന്ന് MBBS കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് എൻട്രൻസിന് വേണ്ടിയുള്ള ഒരു കേസ് നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ PG സെലക്ഷൻ ഇല്ലായിരുന്നു. ഡോക്ടർ, അത് ഏത് വർഷമാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് 1980-81 ആ പീരീഡാണ്. അപ്പൊ ഞങ്ങളെല്ലാരും പതുക്കെ, അന്ന് എൻട്രൻസ് ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പൊ ഞങ്ങൾ എൻട്രൻസ് എഴുതാൻ പോയി. അപ്പൊ ഞാൻ ഐ വാസ് ഓൾറെഡി മാരീഡ്. ഞാൻ MBBS കഴിഞ്ഞ് ഹൗസ് റെസിഡൻസി കഴിഞ്ഞ് സീനിയർ റെസിഡൻസി തുടങ്ങിയ സമയത്ത് ഐ ഗോട്ട് മാരീഡ്. ചിത്രയാണ് എൻ്റെ വൈഫ്, എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എൻട്രൻസ് എഴുതാൻ പോകുന്നത്. അപ്പൊ എൻ്റെ ചോയ്സ് മെഡിസിനും ചിത്രയുടെ ചോയ്സ് ഗൈനക്കോളജിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എക്സാമാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി എക്സാം എഴുതി. അപ്പൊ എനിക്ക് മെഡിസിൻ കിട്ടിയില്ല, ചിത്രയ്ക്ക് ഗൈനക്ക് കിട്ടുകയും ചെയ്തു. But she joined for MD Gynec at Safdarjung Hospital, Delhi. അപ്പൊ ഞാൻ ഓൾറെഡി I had joined for my government service here. ഇവിടെ ഞാൻ അവിടെ MBBS കഴിഞ്ഞ സമയത്ത് ഒരു ഗവൺമെന്റ് ജോബ് അപ്ലൈ, അസിസ്റ്റന്റ് ജോബ് അപ്ലൈ കിട്ടി. അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാടായിരുന്നു എൻ്റെ പോസ്റ്റിംഗ്. അപ്പൊ ഞാൻ ചിത്ര ജോയിൻ ചെയ്ത്. അപ്പം then it was new to us. ഡൽഹി അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ന്യൂ ആണ്. അന്ന് ഇന്നത്തെ പോലെ നമുക്ക് ഫ്ലൈറ്റും സർവീസുകളൊന്നുമില്ല, ട്രെയിൻ മാത്രമേ മാർഗമുള്ളൂ. അതും ഇവിടെ നിന്ന് പോകുന്ന ജയന്തി ജനത ഉണ്ടെന്ന് കേരള എക്സ്പ്രസ് മനസ്സിനാവായിരുന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് ചിത്ര ജോയ്. അപ്പൊ ഞാൻ വെർച്വലി ഐ വാസ് ഷട്ടിലിംഗ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് കേരള. പല ദിവസങ്ങളും ഞാൻ ഇവിടുന്ന് കേരള എക്സ്പ്രസിൽ പോയിട്ട് അവിടെ പോയി ചിത്രയെ കണ്ട് ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസത്തെ കേരള എക്സ്പ്രസ് തിരിച്ചു പോരാറുണ്ട്. അങ്ങനെ പലപ്പോഴും ആ കാറ്ററിംഗിലെ ആൾക്കാർ പിള്ളേരെ കണ്ട് വളരെ പരിചയം. ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു അവരുമായിട്ടും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും റിസർവേഷൻ സീറ്റ് ഇല്ലെങ്കിലും എനിക്ക് അവരുടെ കൂടെ ഇരിക്കാൻ സമ്മതിക്കും. ഞാൻ അവരുടെ സീറ്റ് കിടന്നുറങ്ങി അവരോട് തന്നെ ആ പാൻട്രിയിൽ വന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള എൻട്രൻസിന്റെ ടൈം വരുന്നത്. ഓൺലി ഹാർഡ്ലി 2-3 months ഡിഫറൻസ്. അപ്പൊ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നു. അവിടെ 2 ചോയ്സ് ഉണ്ട്. ഒന്ന് MD മെഡിസിൻ, സെക്കൻഡ് ചോയ്സ് നമുക്ക് എന്ത് വേണേൽ വെക്കാം. അപ്പൊ അവിടെ കുറച്ച് മലയാളികൾ വന്ന് MD റേഡിയോതെറാപ്പി ചെയ്യുന്നു, റേഡിയേഷൻ ഓങ്കോളജി ചെയ്യുന്നവരുണ്ടായിരുന്നു. ഡോക്ടർ ബാലകുമാർ, ഡോക്ടർ നമുക്ക് ഇപ്പൊ കാലിക്കറ്റിലുണ്ട് ബാലകുമാർ, അതുപോലെ ഡോക്ടർ സുധീരൻ, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ നമുക്കുണ്ട്, മലയാളികളുണ്ട്. അപ്പോ അവര് പറഞ്ഞു സെക്കൻഡ് ചോയ്സ്. അപ്പോഴത്തേക്കും മലയാളികൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. മലയാളം കുറച്ച് പേര് എന്നേ ഉള്ളൂ. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു റേഡിയേഷൻ ഓങ്കോളജി നല്ലൊരു ഡെവലപ്പിംഗ് ഏരിയ ആണ്, അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സെക്കൻഡ് ചോയ്സ് റേഡിയേഷൻ ഓങ്കോളജി വെക്കുകയാണ്. ഓൺലി 1 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്നേ ആലോചിക്കാറുണ്ട്, ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ MD റേഡിയോതെറാപ്പി കിട്ടി, റേഡിയേഷൻ ഓങ്കോളജി എനിക്ക് സീറ്റ് കിട്ടി, മെഡിസിൻ കിട്ടിയില്ല.
അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ 2 വർഷം എനിക്ക് തോന്നി ഞാൻ തെറ്റായ സ്ഥലത്ത് വന്ന് മാറ്റിയെന്ന് തോന്നിയാണ്. കാരണം നമുക്ക് എല്ലാം ന്യൂ, നമ്മൾ പഠിക്കുന്ന മുഴുവൻ ഫിസിക്സ്, റേഡിയേഷൻ മെഷീൻസ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മുഴുവൻ സംതിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് യു ഹാവ് ലേൺഡ്. പക്ഷെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും ഗോട്ട് എക്സ്പോസ് ടു പേഷ്യൻസിനെ കണ്ടു തുടങ്ങി, ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. റേഡിയേഷൻ ഓങ്കോളജിയിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഓങ്കോളജി മേഖല. ഇറ്റ്സ് മച്ച് മോർ ദാറ്റ് വി ക്യാൻ ഡു. ആ ഫീലിംഗ് വരുന്ന അവിടെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നി, അത് എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് വരുമ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് കീമോതെറാപ്പി സൈഡിലേക്കാണ്. അപ്പോൾ മെഡിക്കൽ ഓങ്കോളജിയിലേക്കാണ് ഇൻട്രസ്റ്റ് വരുന്നത്. അങ്ങനെ ഞാൻ റേഡിയേഷൻ ഓങ്കോളജി കഴിഞ്ഞ ഉടനെ ഞാൻ അടയാർ പോയി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫസ്റ്റ് ബാച്ച് ഓഫ് മെഡിക്കൽ ഓങ്കോളജി DM സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ഉണ്ട്. അവർ വെച്ചിരിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ ഐദർ MD റേഡിയോതെറാപ്പി ഓർ MD മെഡിസിൻ, ജനറൽ മെഡിസിൻ ആണ്. പക്ഷെ ഞാൻ ചെന്നപ്പോഴേ മാഡം പറഞ്ഞു ഞാൻ തരില്ല, കാരണം ഐ തിങ്ക് യു ഷുഡ് ഹാവ് എ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓങ്കോളജി തരുള്ളൂ, അതുകൊണ്ട് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. അപ്പോൾ എനിക്കൊരു പ്രയാസം. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഹാവ് ടു ഡു മെഡിസിൻ. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വരുന്ന സമയത്താണ് കേരളത്തിലെ ഫസ്റ്റ് കേസൊക്കെ കഴിഞ്ഞുള്ള എൻട്രൻസ് എക്സാം വരുന്നത്. സോ ഐ റോട്ട് ദി എൻട്രൻസ് എക്സാം. അങ്ങനെ MD മെഡിസിൻ കിട്ടി. കേരളത്തിൽ MD മെഡിസിൻ ചെയ്തു. പക്ഷേ MD മെഡിസിൻ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ എയിമേ ഉണ്ടായിരുന്നുള്ളൂ, ടു ഗോ ഫോർ DA മെഡിക്കൽ ഓങ്കോളജി. വേറെ ഒരു എയിമില്ല കാർഡിയോ. അപ്പോൾ അന്ന് ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ പലരും കളിയാക്കി, പലരും ഇൻക്ലൂഡിങ് ദ പ്രൊഫസേഴ്സ്. ചില പ്രൊഫസേഴ്സ് മാത്രമേ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു എന്തിനാ വല്ല സമയം കളയുന്നത്, യു ആർ സ്പോയിലിംഗ് സംബഡി എൽസസ് സീറ്റ്. ഒരു മെഡിസിൻ കഴിഞ്ഞു വേറൊരു MDക്ക് വരുന്നു, വൈ ഡു യു വാണ്ട് ടു ഡു ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എയിം ഇതാണ്. MD മെഡിസിൻ കഴിഞ്ഞപ്പോഴും നേരത്തെ തുടങ്ങിയ സമയത്ത് തന്നെ ചോദിച്ച പോലെ പലരും ചോദിച്ചു, അന്ന് കാർഡിയോളജി ഒക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, കാർഡിയോളജി നെഫ്രോളജി ഒക്കെ. അതിനെതിരെ പോകാൻ വയ്യ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ DM ഓങ്കോളജി പോയ സമയത്ത് ആകെ ഒരു പ്രൊഫസർ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, യു ഗോ ഫോർ ദാറ്റ്. അത് ഡോക്ടർ മാത്യു പാറയ്ക്കനായിരുന്നു. സാർ പറഞ്ഞു, യു ഗോ, എ ഗുഡ് സ്പെഷ്യാലിറ്റി, കമ്മിങ് അപ്പ് സ്പെഷ്യാലിറ്റി. ബാക്കിയുള്ളവരൊക്കെ കളിയാക്കി. ഇവർ പറഞ്ഞു, ഇതിനു വേണ്ടി ഇത്രയും ഈ മരിക്കുന്നവരുടെ പോയി കിടക്കാൻ വേണ്ടിയിട്ടാണോ ഈ 6 കൊല്ലം 7 കൊല്ലം കളയുന്നതെന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ഉത്തരം പറയാൻ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തിരിച്ചു ഉത്തരം പറയാൻ സാധിക്കും, അങ്ങനെയല്ല. വൺ ഓഫ് ദി മോസ്റ്റ് വാണ്ടഡ് സ്പെഷ്യാലിറ്റി ഹിയർ ടുഡേ. ഇന്നിപ്പോൾ കുട്ടികൾ, ഇന്ന് ഒരു MD മെഡിസിൻ കഴിഞ്ഞ ആളുടെ ഫസ്റ്റ് ചോയ്സ് ചോദിച്ചാൽ മെജോറിറ്റി ഓഫ് ദം വിൽ ടെൽ ഐ വാണ്ട് ടു ഗോ ഫോർ ഓങ്കോളജി. ആ ഡെവലപ്മെന്റ് ഹാസ് ഹാപ്പൻഡ് ഓവർ ദി ലാസ്റ്റ് 30-35. അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ യാത്രയുടെ കൂടെ തന്നെ, ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ ഞാനും ഒരു ഭാഗമായെന്നുള്ളതാണ്. ഇപ്പം ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി തന്നെ ഡോക്ടർ സാറ് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. എന്താ വെച്ചാല് അതിന്റെ സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്, ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് വളരെയധികം ഉള്ള സ്ഥലത്തേക്കുള്ള യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ നമ്മളും ഒരു ഭാഗമാകുക എന്നുള്ളതിന്റെ ഒരു സന്തോഷമുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം എൻജോയിങ് നൗ. ഡോക്ടർ, എന്തുകൊണ്ടായിരിക്കാം ഈ നമ്മുടെ കേരളമാണ് ഈ ക്യാൻസർ രോഗികളിൽ 1ാം സ്ഥാനം എന്ന് കേൾക്കും? അതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കണക്കുകൾ ശരിയായിരിക്കും. പക്ഷെ ആ കണക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, കേരളത്തിലെ ആൾക്കാർ കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കറിയാമല്ലോ, ഓൾ എഡ്യൂക്കേറ്റഡ്. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഫെസിലിറ്റീസ്, കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൂടുതലായിട്ടുണ്ട്. ആളുകളെ പരിശോധനയ്ക്ക് വേണ്ടി ചെല്ലുന്നുണ്ട്. നമ്മൾ പുറത്ത് സ്റ്റേറ്റിൽ പോയി നോക്കുമ്പോഴേ നമുക്ക് എല്ലാവരും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അവിടെയൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അങ്ങനെ വരുന്ന ആൾക്കാർ നമുക്ക് ഇവിടെ കാണുമ്പോൾ നമുക്ക് ഗുഡ് നമ്പർ ഓഫ് ദം ആർ ഏർലി സ്റ്റേജ്. അവർ പോയി കണ്ടുപിടിക്കാനുള്ള, അത് നമുക്ക് നമ്മുടെ ആ ഒരു വളർച്ചയുണ്ടല്ലോ, ആ വളർച്ച ഐ തിങ്ക് ദാറ്റ് എഡ്യൂക്കേഷൻ പാർട്ട് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് എസ് എ ലോട്ട്. അതുകൊണ്ട് നമ്പർ എടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്പർ കാര്യത്തിൽ കൂടുതലായിരിക്കും. പക്ഷെ അതിന് കാരണം കണ്ടുപിടിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്, കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളിലൂടെ കൂടുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കൂടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു ത്രസ്റ്റ് എല്ലാം കൂടെ വെച്ച് വായിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. പക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ആയിരിക്കില്ല. മറ്റു പല സംസ്ഥാനങ്ങളും അറിഞ്ഞു ഇപ്പോഴും നമ്മളെ മൈലുകൾ താണ്ടിയാലേ നമുക്കൊരു ആശുപത്രി കാണുകയുള്ളൂ, ഒരു ഹോസ്പിറ്റൽ, എന്തെങ്കിലും സൗകര്യമുള്ള ഹോസ്പിറ്റൽ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യു ഗോ ടു എനി ഒരു മണിക്കൂർ യാത്ര ചെയ്താലും നമുക്ക് ഏതെങ്കിലും നല്ല സെന്ററിൽ ചെല്ലാൻ പറ്റും. ഡോക്ടറെ, ഈ ക്യാൻസർ രോഗം പിടിപെടാൻ ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് അറിഞ്ഞുകൂടാ മനുഷ്യ ശരീരം, എന്നാലും ഡോക്ടറുടെ അഭിപ്രായത്തിൽ. ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ഒരു പറ്റം അസുഖങ്ങളുടെ സമുച്ചയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്യാൻസറിന്റെയും കാരണങ്ങൾ ഓരോന്നാണ്, ലക്ഷണങ്ങൾ ഓരോന്നാണ്, വിജയസാധ്യതകളും ഓരോന്നാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഓരോ ക്യാൻസറും ഓരോന്നും തന്നെ അറിയും. അപ്പൊ അതില് നമുക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന പറയുകയാണെങ്കിൽ നമ്മൾ പറയും നമുക്കൊരു 30% ക്യാൻസറുകൾ മാത്രമേ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളുള്ളൂ, 30%.
അവിടെ നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പുകയിലയാണ്. പുകയില ഏത് രൂപത്തിലാണെങ്കിലും അപകടകാരിയാണ്. പുക വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസകോശാർബുദ രോഗവും, പുകയില ചവയ്ക്കുകയാണെങ്കിൽ വായിക്കാൻ തുടങ്ങുന്ന വരുന്ന ക്യാൻസറുകളും, പൊടി വലിക്കുകയാണെങ്കിൽ മൂക്കിന്റെ പല കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അത് മാത്രമല്ല, പുക വലിക്കുന്ന വ്യക്തി മാത്രമല്ല, പുക ഏറ്റുവാങ്ങുന്ന പാസീവ് സ്മോക്കേഴ്സ് ഉണ്ട്. അവർക്കും ഒരു 15% സാധ്യത കൂടുതലാണ് ക്യാൻസർ വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസറിന്റെ ഒരു പ്രധാന കാരണം തടയാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഉത്തരം പുകയിലാണ്. സ്റ്റോപ്പ് ദി യൂസ് ഓഫ് ടുബാക്കോ. രണ്ടാമത്തേത് മദ്യപാനമാണ്. മദ്യപാനത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മദ്യപിക്കും അതിന്റെ കൂടെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ പുകയില മൂലമുണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളെയും അളവ് 10 മടങ്ങ് വർദ്ധിക്കും. മാത്രമല്ല, മദ്യപാനികളിൽ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് അന്നനാളത്തിലെ ക്യാൻസറും, ആമാശയത്തിലെ ക്യാൻസറും, കരളിലെ ക്യാൻസറും, കുടലിലെ ക്യാൻസറുകളും. 2 പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ, പുകയിലയും മദ്യപാനവും. മൂന്നാമത്തെ നമ്മുടെ ആഹാര രീതികളാണ്, ഡയറ്ററി ഹാബിറ്റ്സ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കണം വ്യായാമവും. സോ ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് എക്സസൈസ്. ഡയറ്ററി ഹാബിറ്റ്സിൽ നമ്മൾ 2 ഭാഗമായിട്ട് തിരിക്കണം. ഒന്ന്, നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ഏതൊക്കെയാണുള്ള ഒരു ഭാഗം, ക്യാൻസർ തടയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലെ അപകടങ്ങളാണ് രണ്ടാമത്തെ ഭാഗം. 2 നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ പറയും, നമുക്ക് കഴിക്കേണ്ട ആഹാരങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ നമുക്ക് കാര്യം ശരിയാണ്, നമുക്ക് വൈറ്റമിൻസ് വേണം, നമുക്ക് മിനറൽസ് വേണം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ആണ്. ഫൈറ്റോ കെമിക്കൽസ് ഫൈബേഴ്സ് നമ്മൾ സാധാരണ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഏകദേശം 1000ഓളം ആഹാരങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ബീറ്റാ കരോട്ടിൻ, ലുട്ടീൻ, ലൈക്കോപ്പിൻ, ഫൈറ്റോ കെമിക്കൽസ് ആണ്. തരുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഇലകൾ, ടൊമാറ്റോ, ഗ്രീൻ ടീ, സോയാബീൻ, ഇതൊക്കെ നമുക്ക് ആവശ്യത്തിലധികം ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് തരുന്ന ആഹാര രീതികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കണം, കഴിച്ചേ മതിയാവൂ. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല പ്ലേറ്റ് പറയുമ്പോൾ എങ്ങനെ അറിയാം, ആ പ്ലേറ്റിൽ 50% നമുക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നിറയ്ക്കാൻ സാധിക്കണം. 25% ഈസ് ഗ്രെയിൻ ഓഫ് യുവർ ചോയ്സ്, അരി ഗോതമ്പ് എന്തുണ്ടെങ്കിലും ആകാം. ആൻഡ് 25% ഈസ് പ്രോട്ടീൻ ഓഫ് യുവർ ചോയ്സ്. അത് നമ്മൾ കഴിക്കാനുള്ള ഏറ്റവും നല്ല പ്ലേറ്റ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇലകൾക്കും ക്യാൻസറിനെ തടയാനുള്ള ശക്തിയുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ എവിടെ തുടങ്ങുന്നത് വെച്ചാൽ, നമ്മൾ കൊഴുപ്പും കലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും അതുവഴി അമിതവണ്ണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പറ്റം ക്യാൻസറുകളുണ്ട്. ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറുകളും വൻകുടലിലെ ക്യാൻസറും ഒക്കെയാണ്. അതേപോലെ കൊഴുപ്പും കലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും നാരുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ് കുടലിലെ ക്യാൻസറുകൾ, ഇത് കഴിഞ്ഞാൽ വൻകുടലിലെ ക്യാൻസറുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിച്ചേ മതിയാകും എന്ന് പറയും. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് അമിതവണ്ണം എന്നുള്ള ചോദ്യമാണ്. അപ്പൊ അമിതവണ്ണം നമ്മൾ നിയന്ത്രിച്ചേ മതിയാകും. കാരണം ഇത് മാത്രമല്ല, പ്രത്യേകിച്ച് കുട്ടികൾ, ഇത് മാത്രമൊന്നുമല്ല, കുട്ടികളിൽ ഭാവിയിൽ പ്രഷറും ഷുഗറും വരാനുള്ള സാധ്യതയൊക്കെ പല മടങ്ങ് വർദ്ധിക്കുകയാണ് കുട്ടിക്കാലത്ത് നമ്മുടെ ഈ അമിതവണ്ണം അല്ലെ പൊണ്ണത്തടി. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരം നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കഴിയുന്നതും കൊഴുപ്പും കാര്യമുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. ജങ്ക് ഫുഡ്സ് നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ അറിയുക, ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ് എന്ന് പറയും. കാരണം അതിൻ്റെ അകത്ത് മുഴുവൻ നമുക്ക് ധാരാളം കൊഴുപ്പും കാലറിയുമാണ്. അതിൻ്റെ അടുത്ത് മുഴുവൻ ധാരാളം നമുക്ക് രുചി വരാനുള്ള സാധനങ്ങൾ ചേർക്കുകയാണ്, നിറം വരാനുള്ള സാധ്യതകൾ ചേർക്കുകയാണ്. ഇതൊക്കെ നമുക്ക് അപകടകാരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ കാരണം അതുകൊണ്ടാണ്. അത് നിയന്ത്രിക്കുമ്പോൾ നമ്മൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ പ്രധാനമാണ് ആ വ്യായാമവും. അതേപോലെ തന്നെ കഴിയുന്നതും അവോയ്ഡ് ബോട്ടിൽഡ് ഡ്രിങ്ക്സ് എന്ന് പറയും. നല്ലത് ജ്യൂസുകൾ കഴിക്കാൻ, നമ്മൾ സ്വയം നിർമ്മിക്കുന്ന ജ്യൂസുകൾ കഴിക്കാൻ തന്നെയാണ് നല്ലത്. സോ അവോയ്ഡ് ബോട്ടിൽഡ് ഡ്രിങ്ക്സ്. അതേപോലെ മറ്റൊരു പ്രവണത നമ്മൾ കാണാറുള്ള എന്താ വെച്ചാൽ, നമ്മൾ പറയുന്നത് ഒരു ടിവിയുടെ മുമ്പിലിരുന്ന കുട്ടിക്ക് നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുക, കുട്ടിയുടെ മുമ്പിൽ പ്ലേറ്റ് വെച്ച് കൊടുത്ത കുട്ടി ഈ ടി വി കണ്ടുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും. എന്താണ് കഴിക്കുന്നതെന്ന് അറിയില്ല, എന്തുമാത്രം കഴിക്കുന്ന അറിയാം. സോ ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. ഒരിക്കലും അത് ചെയ്യരുതെന്ന് പറയും. കുട്ടിയെ കൊണ്ട് ടിവിയുടെ മുമ്പിലിരുത്തി നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, കുട്ടിക്ക് ആഹാരം വെച്ചു കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എന്താ കഴിക്കുന്ന പോലും അറിയുന്നുണ്ടാവില്ല. ഹി വാസ് ജസ്റ്റ് ഗോയിങ് ഓൺ.
അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രധാനമാണ്. അതേപോലെ തന്നെ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം, ബോട്ടിൽ ഡ്രിങ്ക്സ് കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇതിന്റെ അർത്ഥം ഒരു ദിവസം പോയി ബോട്ടിൽ ഡ്രിങ്ക് കഴിച്ചാൽ ക്യാൻസർ വരുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആസ് എ ഹാബിറ്റ് ഹാസ് ടു ബി അവോയ്ഡ്. അതുപോലെ തന്നെ പ്രധാനമാണ് കുട്ടികളുടെ വ്യായാമവും. എക്സസൈസ് ഹാസ് ടു ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. മറുവശത്ത് നമ്മുടെ കഴിക്കുന്ന ആഹാരങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചേർക്കുന്ന രാസവസ്തുക്കളാണ്. നമ്മൾ ആഹാരത്തിന് നിറവും സ്വാദും ചെയ്യുന്ന രാസവസ്തുക്കള്, നമ്മൾ ആഹാരം കേടുവരെ ചെയ്യുന്ന രാസവസ്തുക്കള്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികള്, വളങ്ങള്, ഇതൊക്കെ പ്രശ്നക്കാര് തന്നെയാണ്. ഡോക്ടർ മുൻപുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഈച്ച വന്നിരിക്കുന്ന പഴങ്ങൾ നമ്മൾ മേടിക്കണം. ഞാൻ തമാശക്ക് പറയാറുണ്ട്, നമ്മളൊരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ പോയി നിൽക്കുമ്പോഴേ ഈച്ച വന്നിരിക്കും, ഈച്ച ഭയങ്കര സെലക്റ്റീവ് ആണ്. പോയി അതിനകത്ത് രാസവസ്തു കാണില്ല അല്ലേ അതില്. അതേപോലെ തന്നെ നമ്മൾ ധാരാളം മാംസളമായതും അതുപോലെ തൂക്കമുള്ളതുമായ പഴങ്ങളും പച്ചക്കറികളും വാങ്ങിക്കരുതെന്ന് പറയും. കാരണം ദാറ്റ്സ് ഓൾസോ ഡേഞ്ചറസ്. അതിന് ഹോർമോണുകൾ ധാരാളം കാണും. അപ്പൊ നമ്മൾ പറയുന്നത്, ഞാൻ തമാശക്ക് പറയാൻ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കരുത്, നേരിട്ട് പോയി വാങ്ങിക്കരുത്. പ്രത്യേകം നമ്മുടെ നാട്ടിലെ പച്ചക്കറി ഞാൻ പറയാൻ പോയി വാങ്ങിക്കും. എന്ത് ചെയ്യാച്ചാല് കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നാല് കടക്കാരൻ കുറെ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് അറിയും. അതായത് ശുഷ്കിച്ച വെണ്ടയ്ക്കയും അതുപോലെ ചെറിയ ചെറിയ വഴുതനയൊക്കെ പറയാം, നമുക്ക് അത് പറത്തിക്കൊണ്ട് വന്നാൽ മതി. ബിക്കോസ് അതിൻ്റെ അകത്ത് ഒന്നും കാണില്ല, പ്രശ്നങ്ങളൊന്നും കാണില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പ്രിവെൻഷൻ. നോ ടൊബാക്കോ, നോ ആൽക്കഹോൾ, യുവർ ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് എക്സസൈസ്. 4 പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 30% ക്യാൻസേഴ്സ് ആർ പ്രിവെന്റബിൾ. ഡോക്ടർ, അങ്ങനെ ആകുമ്പോൾ ഈ 70% നമ്മുടെ കയ്യിലല്ല. എന്തൊക്കെ ശ്രദ്ധിക്കണം? കയ്യിൽ വരുന്ന എവിടെയെന്ന് അറിയോ? another 30% ഈസ് സ്ക്രീനബിൾ. നമുക്ക് പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ് another 30%. ഉദാഹരണത്തിന് സ്തനാർബുദം കണ്ടുപിടിക്കാൻ സാധിക്കും, ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും, വായിക്കുന്ന ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് 30% നമുക്ക് സ്ക്രീനബിൾ ആണ്. അതായത് ഏർലി ഡിറ്റക്ഷൻ ഇസ് പോസിബിൾ. അപ്പൊ നമ്മൾ രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ 30% തടയാൻ സാധിക്കും, 30% കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടും കൂടെ കൂട്ടി ചേർത്ത് വായിച്ചാൽ 50% ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രാരംഭ ദശയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാനോ സാധിക്കുന്ന ക്യാൻസറുകളാണ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ട്രസ്റ്റ്. അത് നമ്മൾ ശീലിച്ചേ മതിയാവൂ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയും, ഞങ്ങൾ മലയാളികൾ തന്നെ എടുത്ത് പറയാറുണ്ട്, മലയാളികളുടെ ഏറ്റവും പ്രശ്നം, മലയാളി ഏത് ലെവൽ വരെ മരുന്ന് കഴിക്കാൻ തയ്യാറാണ്. പക്ഷേ ജീവിതശൈലി മാറ്റാനോ ഒരു ടെസ്റ്റുകൾക്ക് പോകാനോ ഒന്നും മലയാളി തയ്യാറല്ലെന്ന് പറയും. അവിടെയാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ അബദ്ധം. അപ്പൊ 50% നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറാണ്. 50% തടയാനോ കണ്ടുപിടിക്കാനോ കഴിയാൻ സാധിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ ട്രസ്റ്റ് വിച്ച് യു ഹാവ് ടു ഗിവ്. ഓക്കേ ഡോക്ടർ, ഈ ക്യാൻസർ പ്രധാനമായി പിടിപെടുന്ന അവയവങ്ങൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്ന അവയവങ്ങളിലായിരിക്കും നമ്മൾ കേരളത്തിൽ കണക്കെടുക്കുകയാണെങ്കിൽ കേരള പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതെന്നറിയാം? നമുക്ക് പുകയിലുമായി ബന്ധപ്പെട്ട ക്യാൻസറുകളാണ്. പ്രത്യേകിച്ചും ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ യൂണിഫോംലി ഗോയിങ് ഹൈ ആണ് ഓൾ ഓവർ ദി വേൾഡ്. ശ്വാസകോശാർബുദം, ലങ് ക്യാൻസർ വളരെ പ്രത്യേകത ഉണ്ട്. ലങ് ക്യാൻസർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ലങ് ക്യാൻസർ, ബാക്കി നടക്കുന്ന ക്യാൻസറുകൾ, ആമാശയിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇതൊക്കെ ദിസ് ആർ ദി കോമൺ തിങ്സ് ഇൻ മെയിൽസ്. ഫീമെയിൽസിലെ ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ക്യാൻസറുകൾ, അണ്ടാശയ ക്യാൻസർ, ഇതൊക്കെയാണ് ഫീമെയിൽസിലെ കോമൺ ക്യാൻസർ. ഇതിൽ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ്. കാര്യം എന്താ വെച്ചാൽ ലങ് ക്യാൻസറിന് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾമോസ്റ്റ് 20 to 25% ഓഫ് ദി മെയിൽസിൽ കോമൺ ആയിട്ട് കാണുന്നത് ട്യൂബർക്കുലോസിസ് ക്യാൻസേഴ്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ലങ് ക്യാൻസർ ആണ്. ലങ് ക്യാൻസറിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ മാർഗങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ന് വേണേൽ ഇപ്പോൾ ഒരു എക്സ്റേ എടുക്കാം, നാളെ പേര് സ്കാൻ ചെയ്യാം, പക്ഷെ അടുത്ത ദിവസം കാണുന്ന സ്കാനിൽ വെരി അഡ്വാൻസ് സ്റ്റേജ്. കണ്ടുപിടിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത എന്ന് പറഞ്ഞാൽ 5% മാത്രമേ ഉള്ളൂ. പക്ഷേ 90% നമുക്ക് തടയാൻ സാധിക്കും പുകവലിക്കായിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തിനാണ് പുകവലിച്ച് ക്യാൻസർ വരുത്തി വരുന്നത്? അതുപോലെ തന്നെ പ്രധാനമാണ് പുകവലിക്കുന്നതോട് നമ്മൾ പറയും, നിങ്ങൾ എന്ന് പുകവലി നിർത്തുന്നുവോ അന്ന് മുതൽ വലി നിർത്തിയ വ്യക്തിക്ക് വലി തുടരുന്ന വ്യക്തിയേക്കാൾ ഈ ക്യാൻസർ വരാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വലി നിർത്താനായിട്ട് ചിങ്ങം 1-ാം തീയതി ജനുവരി 1 നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രക്ഷേപണം ചെയ്യുന്ന ദിവസം, കേൾക്കുന്ന ദിവസം, ദാറ്റ്സ് ദ ബെസ്റ്റ് ഡേ ഫോർ യു ടു സ്റ്റോപ്പ് ഇറ്റ്.
കാരണം നിങ്ങൾക്ക് ഈ ക്യാൻസർ വരാൻ സാധ്യത തുടർന്നേക്കാൾ കുറവാണ്. അതാണ് വളരെ പ്രധാനം. അപ്പൊ അത് നമ്മൾ യു ഹാവ് ടു ബി ഡൂയിങ്. അത് പറഞ്ഞാൽ ഒരിക്കലും വലിക്കുന്ന പറയുന്നത് വലിക്കാതിരിക്കുന്നതാണ് നല്ലത്. വലിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് ടുഡേ ആൻഡ് കോൾ ഇറ്റ് എ ഡേ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡോക്ടർ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എവറി തേർഡ് ഫീമെയിൽ 3 ദിവസത്തെ ക്യാൻസറുമായിട്ട് ഇന്ന് ഒ പിയിൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ്. അത് മാത്രമല്ല, പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ 45 വയസ്സ് 50 വയസ്സിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ ക്യാൻസർ നമുക്കിന്ന് 20 വയസ്സ് കഴിഞ്ഞാൽ ധാരാളം പെൺകുട്ടികൾ ക്യാൻസർ നമ്മളുണ്ട്. ദ ബിഗ് ക്വസ്റ്റ്യൻ ആസ് ടു വൈ ദിസ് ഹാപ്പൻസ്. അവിടെയാണ് നമ്മുടെ ജീവിതശൈലി ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ മെച്ചം എന്താ വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ഈസ് പ്രിവെന്റബിൾ ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. ഒരു പരിധി തടയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ്. ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ പറയുന്നതിൽ നമുക്ക് തടയാൻ സാധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം ഹാസ് ടു ബി കൺട്രോൾഡ്. നമ്മൾ നിയന്ത്രിക്കണം, അമിതവണ്ണം നിയന്ത്രിക്കണം. എക്സസൈസ് ചെയ്യണം. അതേപോലെ കഴിയുന്നതും ആദ്യത്തെ പ്രസവം 30 വയസ്സിന് മുന്നേ ആവാൻ ശ്രമിക്കണം. കുട്ടികളെ മലയൂട്ടണം. അതുപോലെ ദാറ്റ് ഗീവ്സ് ദ പ്രൊട്ടക്ഷൻ ഫോർ. അതുപോലെ നമ്മൾ ഹോർമോൺ ഗുളികൾ, അതായത് നമ്മളെ മാസമുറ മാറ്റിവെക്കാനും ഗർഭധാരണം കഴിക്കുന്ന ഹോർമോൺ ഗുളികളുടെ അമിതമായ ഉപയോഗം ദാറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു എ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. സോ ഒബീസിറ്റി, സ്മോക്കിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ്. സ്മോക്കിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആൽക്കഹോൾ, ദർ ഓൾ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്. അപ്പോൾ നമുക്ക് അത് ഒരു പരിധി തടയാൻ സാധിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒരു പരിധിയോടെ തടയാൻ സാധിക്കും. നമുക്ക് 100% പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഇസ് ദ റിലവൻസ്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. സ്ക്രീനിങ് ആണ് വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ചാൽ 20 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും സ്ത്രീകളും മാസ്ക് അടിക്കണമെങ്കിലും സ്വന്തം തന്നെ പരിശോധിക്കണം. യു ഹാവ് ടു ഡു എ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. നമ്മളതിന് കൊടുക്കുന്ന ഒരു തലക്കെട്ടുണ്ട്. എന്താണെന്നറിയോ? തലക്കെട്ട് എന്താ വെച്ചാൽ, സ്തനാർബുദം പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ വളരെ വിലയേറിയതും വളരെ സങ്കീർണവുമായ ഒരു ഉപകരണത്തിന്റെ ആവശ്യമുണ്ട്. ആ ഉപകരണം എന്ന് പറയുന്നത് സ്വന്തം കൈയാണെന്ന് പറയുന്നത്. സോ ഇഫ് യു ലേൺ ടു എക്സാമിൻ യുവർ ബ്രസ്റ്റ്, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ 20 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ യു ഹാവ് ടു എക്സാമിൻ ദി ബ്രസ്റ്റ്. അത് പരിശോധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു മാസമുറ കഴിഞ്ഞുള്ള ആദ്യത്തെ 7 മുതൽ 10 ദിവസം സമയം, ഫസ്റ്റ് 7 to 10 days ഫോളോയിങ് എ നോർമൽ പീരീഡ്. മാസമുറ നിന്നവരോട് എന്ത് വേണേൽ പരിശോധിക്കണം പറയാം, ഒരു പർട്ടിക്കുലർ ഡേ. 40 വയസ്സിന് മുകളിലുള്ളവർ യു ഹാവ് ടു ഗോ ഫോർ എൻ ആനുവൽ മാമോഗ്രാം, എക്സ്റേ മാമോഗ്രാം. വാട്ടിലേക്ക് ചെയ്യാൻ പറയും. അത് ആദ്യത്തെ നോർമലാണ്. then you can make it once in 2 years. നമ്മൾ 20-നും 40-നും ഇടയ്ക്ക് നമ്മൾ എക്സ്റേ മാമോഗ്രാം ചെയ്യില്ല. അതിന് പകരം നമ്മൾ അൾട്രാസൗണ്ട് മാമോഗ്രാം, MRI മാമോഗ്രാം ചെയ്യാൻ പറയും ആവശ്യമുണ്ടെങ്കിൽ. അതുപോലെ ഒരു ഡോക്ടറെ കൊണ്ട് വർഷത്തിലൊരിക്കൽ പരിശോധിക്കാൻ പറയും. ഇറ്റ്സ് വെരി സിമ്പിൾ. അതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണ്. കണ്ടുപിടിച്ചാൽ മെച്ചം എന്താ? പ്രാരംഭത്തിൽ കണ്ടുപിടിച്ചാൽ ദ ക്യൂറബിൾ ക്യാൻസർ നമുക്ക് രക്ഷപ്പെടുത്താൻ 100% രക്ഷപ്പെടുത്താൻ സാധിക്കും. അത് മാത്രമല്ല, പ്രാരംഭത്തിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥലം മുഴുവൻ മുറിച്ച് കളയാതെ അസുഖം വന്ന ഭാഗം മാത്രം മുറിച്ച് മാറ്റി രോഗിയെ രക്ഷപ്പെടുത്താനും സാധിക്കും. സോ യു ക്യാൻ കൺസർവ് ദി ബ്രസ്റ്റ്. 2 അഡ്വാൻറ്റേജ് ആണ്. ബ്രസ്റ്റ് കൺസർവേഷൻ ഇസ് പോസിബിൾ, ക്യൂർ ഇസ് പോസിബിൾ. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ടു ബി. രണ്ടാമത് കാണുന്ന ഗർഭാശയമുള്ള ക്യാൻസറാണ് കൂടുതലായിട്ട് കാണുന്നത്. മറ്റേ അണ്ടാശയ ക്യാൻസർ ഇസ് ഫാസ്റ്റ്ലി ഇൻക്രീസിങ്. ഇപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോഴേ സെക്കൻഡ് കോമണസ്റ്റ് ക്യാൻസർ വിൽ ബി ഓവറിൻ ക്യാൻസർ. ഗർഭാശയ ക്യാൻസർ ഇതുപോലെയാണ്. ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഫോർ എ കോസ് ഫോർ ഗർഭാശയ ക്യാൻസർ. അതിൽ ഏറ്റവും പ്രധാനം വെച്ചാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് അണുബാധയാണ് ഈ ക്യാൻസറിന്റെ കാരണം തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്, കോൾഡ് ആസ് HPV വാക്സിനേഷൻ. എടുക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സിനും 26 വയസ്സിനിടയ്ക്കുള്ള പെൺകുട്ടികൾ നിർബന്ധമായും എടുക്കേണ്ട കുത്തിവയ്പ്പാണ് പ്രതിരോധ കുത്തിവയ്പ്പാണ്. നിലവിൽ ആ വാക്സിൻ അവൈലബിൾ ആണോ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ അവൈലബിൾ ആണ്. മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിൽ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ നമ്മള് 10 വയസ്സിന് 10ാമത്തെ വയസ്സിന് നമുക്ക് കാണാം, ഒരു കുട്ടി ജനിച്ച് വീണാല് 10ാമത്തെ നമുക്ക് ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ തരുമല്ലോ. ആ ഷെഡ്യൂളില് 10ാമത്തെ വയസ്സിൽ വിൽ സീ ദാറ്റ് ഗോ ഫോർ HPV വാക്സിനേഷൻ. നമ്മൾ 3 ഡോസ് കാണും, ഈ മാസം, 2ാം മാസം, 6ാം മാസം. നമ്മൾ ചെയ്യുന്നത് ആ കുത്തിവയ്പ്പ് എടുക്കുന്നത് വഴി HPV ഇൻഫെക്ഷൻ കുറയ്ക്കുകയും അങ്ങനെ ക്യാൻസർ വരാൻ സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 40 വയസ്സ് വരെ ഉപയോഗിക്കാം. ബട്ട് ദി ഐഡിയൽ ഏജ് ഗ്രൂപ്പ് ഈസ് 10 to 26 years. അത് മാത്രമല്ല, പ്രാരംഭത്തിൽ കണ്ടുപിടിക്കാൻ വളരെ ലളിതമായ ടെസ്റ്റ് ഉണ്ട് ഫോർ എ ഗർഭാശയ ക്യാൻസർ. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്താ വെച്ചാല് നമുക്ക് ആ ഒരു ടെസ്റ്റ് വളരെ ലളിതമാണ്.
വളരെ ലളിതമായ ടെസ്റ്റാണ്. ആ ടെസ്റ്റിലൂടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പാപ്സ്മിയർ ആണ്. പാപ്സ്മിയർ എന്ന് പറയുന്നത് പാസ്മിയറിനെ പറ്റുന്നതല്ല. പാസ്മിയർ ഈ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിയെ മാത്രമല്ല, ഈ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ പോലും നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിയാൻ സാധിക്കും ബൈ ഡൂയിങ് എ പാസ്മിയർ. പാസ്മിയർ പറയുന്നത് നമ്മൾ ഡ്യൂറിങ് എ സെക്ഷലി ആക്റ്റീവ് പീരീഡ് നമ്മൾ ഡു ഇറ്റ് വൺസ് ഇൻ 3 years, 3 വർഷം ചെയ്യാൻ പറയും. ഒരിക്കൽ നോർമൽ ആണെങ്കിൽ ഡു ഇറ്റ് വൺസ് ഇൻ 3 years. നമുക്ക് അതിന്റെ കൂടെ തന്നെ പാപ്സ്മിയർ പ്ലസ് HPV DNA ടെസ്റ്റിംഗ് എന്ന ടെസ്റ്റ് ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ യു നീഡ് ടു ഡു ഓൺലി വൺസ് ഇൻ 5 years. ഒന്നും കൂടെ ആലോചിക്കുന്ന സ്ത്രീകളിൽ വരുന്ന ക്യാൻസറുകളിൽ 50% നമുക്ക് തടയാനോ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാനോ സാധിക്കുന്ന ക്യാൻസറുകളാണ്. ബട്ട് ആൻഡ് ക്യൂറബിൾ. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ നമ്മളെ അപ്പൊ നമ്മുടെ പ്രശ്നം നമ്മൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ എല്ലാവരും, എനിക്ക് ക്യാൻസർ വന്നാൽ ഞാൻ രക്ഷപ്പെടുവോ? നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പൊ ഓരോരുത്തർ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. അത് ഇങ്ങനെ എല്ലാ നമുക്ക് നമ്മൾ 4 സ്റ്റേജ്, പ്രധാനമായിട്ടും 4 സ്റ്റേജായിട്ട് തരംതിരിക്കും. സ്റ്റേജ് അത് നമുക്ക് അതിന്റെ ഏറ്റവും പ്രധാനത്തിൽ പ്രാരംഭ ദശയിൽ കണ്ടുപിടിച്ച് വേണ്ട വിധത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ ക്യാൻസർ ഇസ് ക്യൂറബിൾ. ഒന്നുകൂടെ പറയാം, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെന്റ്. അപ്പൊ ഏർലി ഡിറ്റക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റൻ ആണ് ഹൗ ടു ഗോ ഫോർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ക്യാൻസറിനെയൊക്കെ നമ്മൾ 4 സ്റ്റേജായിട്ട് തരംതിരിക്കും. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ എവിടെ ക്യാൻസർ തുടങ്ങുന്നുവോ അവിടെ മാത്രമേ ക്യാൻസർ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്റ്റേജ് 1. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ അത് മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ലങ്സിലേക്ക് ബാധിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ലിവറിലേക്ക് ബാധിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ബ്രെയിനിലേക്ക്. അതായത് സ്റ്റേജ് 4. രണ്ടിന്റെ ഇടയ്ക്കാണ് സ്റ്റേജ് 2 and 3. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തുള്ള കുറച്ച് കലകളിലേക്ക് മാത്രം മാറിയിട്ടുണ്ട്. അത് സ്റ്റേജ് 2. സ്റ്റേജ് കുറച്ചും കൂടെ ദൂരെ കലകൾ. പക്ഷെ അപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 4, സ്റ്റേജ് 2 സ്റ്റേജ്. അപ്പോൾ നമ്മളെ പറയുന്നത് സ്റ്റേജ് 1 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ക്യാൻസറുകളും ക്യൂർ ആയിരിക്കും. അപ്പൊ സ്റ്റേജ് 1 കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെയാണ് നമ്മുടെ ഈ യുവർ സ്ക്രീനിങ് പ്രോഗ്രാംസ്, യുവർ എഡ്യൂക്കേഷൻ, എവറിത്തിങ് ബിക്കംസ്. നമ്മൾ ഇത് കേൾക്കുന്ന ആളുകൾ അതിനെ എടുത്തെടുത്ത് പറയുന്നത് ഇത് കേട്ടാൽ മാത്രം പോരാ, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. നമ്മുടെ ജീവിതത്തിന് ഭാഗമായിട്ട് കൊണ്ടു നടക്കണം. ഈ പറയുന്ന നോ സ്മോക്കിംഗ്, നോ ടൊബാക്കോ, നോ ആൽക്കഹോൾ, നമ്മുടെ യു കട്ട് ഡൗൺ യുവർ വെയിറ്റ്, കൺട്രോൾ യുവർ വെയിറ്റ്, ഡു എക്സസൈസ്, ഇതൊക്കെ നമുക്ക് പ്രധാനമാണ്. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാക്കി 50% നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ദാറ്റ് ഇസ് ദ മോർ ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഈ രോഗം നമ്മൾ ടെസ്റ്റ് കൂടാതെ പുറമേ ഉള്ള എന്തെങ്കിലും സിംറ്റം വഴി മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും കേസുണ്ടോ? ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാല് ഏതെങ്കിലും ഒരു സൂചന 100% ക്യാൻസർ ആണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു സൂചനയില്ല. ഞാൻ ഇപ്പൊ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ക്യാൻസറിനും ഓരോ സൂചനയുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഒരു സൂചനയും 100% ക്യാൻസർ ആണെന്ന് പറയാൻ സാധിക്കുന്ന സൂചന, അത് ക്യാൻസറിന്റെ പ്രശ്നം അതാണ്. പക്ഷെ ചില സൂചനകൾ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, പരിശോധിക്കാൻ പറയും. ലൈക്ക് വേദനയില്ലാത്ത മുഴകൾ ഉണ്ടെങ്കിൽ, സാവധാനം വളരുന്ന മുഴകൾ അല്ലെങ്കിൽ മുഴകൾ ഉണ്ടെങ്കിൽ, വേദന ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണമല്ല പലപ്പോഴും. ചില ക്യാൻസറുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബോൺ ക്യാൻസർ അതിനൊക്കെ വേദന ആദ്യമേ വരുള്ളൂ. മറ്റേതൊക്കെ ലേറ്റ് സിംറ്റം ആണ്, ഏർലി സിംറ്റം അല്ല. വേദന അല്ല, വേദനയില്ലാത്ത മുഴകളും വേദനയില്ലാത്ത മുഴകളുമാണ്. അതുപോലെ നമുക്ക് അകാരണമായ തൂക്കക്കുറവ്, ഇങ്ങനെ വളർച്ച, എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇറ്റ്സ് അഗൈൻ എ സിംറ്റം. അതുപോലെ വിട്ടുമാറാത്ത ചുമച്ചു ഉപ്പുമ്പോൾ രക്തമയം, നമ്മുടെ സ്വരങ്ങളിൽ വരുന്ന വ്യത്യാസം, അതുപോലെ നമ്മുടെ മലമൂത്ര വ്യസനത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അത് ചിലപ്പോൾ മലബന്ധമായിട്ട് വരാം, ലൂസ് മോഷനായിട്ട് വരാം, മാറി മാറി വരാം, രക്തസ്രാവം എവിടെ നിന്നാണെങ്കിലും. ചിലപ്പം പല്ല് കഴിക്കുമ്പോഴാണ്. അപ്പൊ ഇവിടെയൊക്കെ കാര്യം ശ്രദ്ധിക്കാൻ, പല്ല് കഴിക്കുമ്പോൾ രക്തം വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. പല്ല് ചെടിയൊരു പോടുണ്ടെങ്കിൽ രക്തം വരും, പക്ഷെ അതിൻ്റെ അകത്ത് ക്യാൻസർ. അതാണ് ഞാൻ പറഞ്ഞത്, 100% ഈ സൂചന ക്യാൻസറിന്റെ ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ യു ഹാവ് ടു റൂൾ ഔട്ട്. അവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാതിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വേറൊരു പ്രശ്നമാണ്, മലയാളിക്ക് മലത്തിലുള്ള രക്തം പോലെ ഒറ്റ ഡയഗ്നോസിസ് ഉള്ളൂ, പൈൽസ് ആണ്. സ്വയം തീരുമാനം എടുക്കും, ഇതൊരു പൈൽസ് ആണ്. പലപ്പോഴും നമ്മൾ ആ പൈൽസിന്റെ ചികിത്സയുമായിട്ട് സ്വയമായിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നടക്കും. പക്ഷെ പലപ്പോഴും ആ പൈൽസ് പുറത്ത് കാണുമ്പോൾ അകത്തൊരു ക്യാൻസർ കാണും, കുടലിൻ്റെ അകത്ത്. അതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്ന സാധനം പറഞ്ഞതൊക്കെയാണ്. അപ്പം നമ്മളിവിടെ രക്തസ്രാവം വിടുന്നതാണെങ്കിലും ഇറ്റ് ഹാസ് ടു ബി തോട്ട് ഓഫ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പലപ്പോഴും ആ സൂചനകൾ നമ്മൾ കണ്ടുകാണെങ്കിൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. യു ജസ്റ്റ് ലേൺ ടു നെഗ്ലക്ട്. നമ്മൾ ഇതല്ല, അത് സ്വയം തീരുമാനം എടുക്കുക. ഇതൊന്നുമില്ല, ഇത് ഗ്യാസിന്റെ അസുഖമാണ്, അല്ലെങ്കിൽ ഗ്യാസാണ് നമ്മൾ ഏറ്റവും വലിയ സിംറ്റം. നമ്മൾ എല്ലാവരും അതാണ്, എവിടെ വന്നാലും ഗ്യാസാണ്, തലയിൽ ഗ്യാസ് കയറുന്നു, കയ്യിൽ ഗ്യാസ് കയറുന്നു, ഇങ്ങനെയാണ് നമ്മുടെ സിംറ്റം. പക്ഷെ അതൊക്കെ നമുക്ക് ഹാസ് ടു ബി തോട്ട് ഓഫ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞാൽ അയാൾ മാനസികമായി തകരും, മറിച്ച് പിന്നെ സംഭവിക്കുന്ന സാമ്പത്തികമായി വലിയൊരു ഭാരമാണ് അവർക്ക് നേരിടുന്നത്.
ഇത്രയധികം ക്യാൻസർ രോഗികൾ വർദ്ധിച്ചിട്ടും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും ഇത്ര എക്സ്പെൻസീവ് ആയി തന്നെ നിൽക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ക്യാൻസർ ട്രീറ്റ്മെന്റ് മാത്രം എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ പറയില്ല. എല്ലാ ആധുനിക ചികിത്സാ രീതിയും എക്സ്പെൻസീവ് ആണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചെസ്റ്റ് പെയിൻ വരികയാണ്, കാർഡിയക് പെയിൻ വരികയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 2-3 സ്റ്റെന്റ് നമ്മുടെ അകത്ത് കയറി കാണും. കാർഡിയക് സ്റ്റെൻസ് കംസ് ഇൻ ലാക്സ്. പലപ്പോഴും നമ്മുടെ ബില്ല് പുറത്തേക്ക് വരുമ്പോഴേ കംസ് ഇൻ ലാക്സ്. എല്ലാ ആധുനിക അതുപോലെയാണ്. ഓൾ മോഡേൺ ട്രീറ്റ്മെന്റ്സ് ആർ ലൈക്ക് ദാറ്റ്. അതുപോലെ ക്യാൻസറുമാണ്. പക്ഷേ നമ്മൾ കണക്ക് വെച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ തുടങ്ങിയ കാലത്തെക്കാളും നമ്മൾ മണി വാല്യൂ നോക്കണം. അന്നത്തെ മണി വാല്യൂ നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസറിന്റെ വളരെ അന്നത്തെ പോലത്തെ എക്സ്പെൻസീവ് തന്നെയാണോ ചോദിച്ചാൽ അല്ല, പലപ്പോഴും അല്ല. പല മരുന്നുകളും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും, അല്ലാതെ ചൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്ന് അവൈലബിൾ ആണ്, മരുന്നുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രാക്ടീസ് ഉള്ള സമയത്ത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്ന മരുന്നുകൾ 1-2 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സ് ആണ്. പക്ഷെ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്, കിട്ടില്ല. നമുക്ക് ആ സമയത്ത് ഏത് മരുന്ന് കിട്ടുന്നു അതാണ് നമ്മൾ ഉപയോഗിച്ചത്. അല്ല നമുക്ക് ഇന്നത്തെ പോലെ നമുക്ക് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്ന് അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ലോകത്ത് കിട്ടുന്ന ഏത് മരുന്നും ഉടനെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. വിത്തിൻ മന്ത്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അവൈലബിലിറ്റി ഹാസ് ഇൻക്രീസ് എ ലോട്ട്. പക്ഷെ കോസ്റ്റ്ലി ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ നമുക്ക് 2-3 കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. ആ കോസ്റ്റ്ലി മരുന്ന് പോകുമ്പോൾ ആ ഓരോ രോഗിയുടെയും കോസ്റ്റിലെ പ്രധാന കണ്ണി ട്രീറ്റിംഗ് ഡോക്ടറാണ്, ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടറുടെ ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ വെറും സാധാരണ ചികിത്സ മാത്രമേ സാധിക്കൂ എന്ന് അറിയുന്ന രോഗിക്ക് ഒരു കാരണവശാലും വില കൂടിയ മരുന്നും കൊടുത്ത് അവരെ പാപ്പരാക്കരുത്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും, ഇന്ത്യയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു കൺസിഡർ ദി പേഴ്സ് ഓഫ് ദി പേഷ്യന്റ്. നമ്മുടെ രോഗിയുടെ ബാക്കി എല്ലാം നോക്കുന്നതുകൊണ്ട് യു ഹാവ് ടു നോ ദി പേഴ്സ് ഓഫ് ദി പേഷ്യന്റ്. ഇതിന്റെ പേയിങ് കപ്പാസിറ്റി ഇമ്പോർട്ടൻ്റ്. പക്ഷെ അതേ സമയത്ത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ വിൽ ഗോ ഫുൾ ഔട്ട്. എല്ലാം അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് ഹൗ യു ക്യാൻ ഹെൽപ്പ് ദം. അവിടെ ഡോക്ടർ പ്രധാനമാണ്, ഡോക്ടർ കണ്ണി പ്രധാനമാണ്. ഡോക്ടർ ക്യാൻ ഹെൽപ്പ് എ ലോട്ട്. ഒരു രോഗിയെ ചികിത്സിക്കാനായിട്ട് ധാരാളം സഹായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റു കാര്യം തന്നെ മനസ്സിലാവുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്യാൻസർ ചികിത്സ ഏറ്റെടുക്കേണ്ടത് സമൂഹമാണ് ആൻഡ് റിലേറ്റീവ്സ്. ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ്. സമൂഹം ഏറ്റെടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്കിവിടെ ഇഷ്ടംപോലെ പള്ളികളും അമ്പലങ്ങളും ദേവാലയങ്ങളും ഉണ്ട്, ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ഇഷ്ടംപോലെ സന്നദ്ധ സംഘടനകളുണ്ട്, തെക്കും വടക്കും രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്തുന്ന ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളൊക്കെ എല്ലാവരും ഒന്ന് ആലോചിക്കുക, യു ഓൾ ടേക്ക് എ ഡിസിഷൻ ദാറ്റ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പൊ എൻ്റെ വീട് ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുട ഞങ്ങൾ തീരുമാനം എടുക്കുക, ഇരിങ്ങാലക്കുടയിൽ നമുക്ക് ഒരു രോഗി പോലും പൈസ ഇല്ലാത്ത കാര്യം കൊണ്ട് ട്രീറ്റ്മെന്റ് നിഷേധിക്കപ്പെടാൻ പാടില്ല. സോ വി ഹാഡ് ടു റൈസ് എ ഫണ്ട്. ഒരു സ്കൂളുണ്ട്, ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളൊന്നും വിചാരിച്ചാൽ മതി, ആ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള ഉടനെ ദേ ക്യാൻ ഹെൽപ്പ്. കോളേജുകാർക്ക് സാധിക്കും. കൂടൽമാണിക്യ ക്ഷേത്രം അമ്പലമുണ്ട്, അമ്പലത്തിൽ അവർക്ക് ആരും തീരുമാനം എടുക്കുക, യെസ് വി ക്യാൻ ഡു ദാറ്റ്. പള്ളിയുണ്ട്, പള്ളിയിൽ തീരുമാനം എടുക്കുക, യെസ് വി ക്യാൻ ഡു ദാറ്റ്. ഫണ്ട് റേസ് ചെയ്യുക. അങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ റേസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അവിടുന്ന് വരുന്ന ആളെ ചികിത്സിക്കാനുള്ള പൈസ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എനി പേഷ്യന്റ് വിൽ സഫർ ഫോർ ലാക്ക് ഓഫ് മണി. അത് നമ്മൾ എല്ലാവരും കൂടി എടുക്കേണ്ട കാര്യമാണ്. അത് എടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്, ബിക്കോസ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു സർക്കാരിനും എല്ലാ രോഗികളെയും ചികിത്സിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇൻഷുറൻസ് കവറേജ് നമുക്കിവിടെ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമൂഹമാണ് ഏറ്റെടുക്കേണ്ടത്. സൊസൈറ്റി ഹാസ് ടു ടേക്ക് അപ്പ് ദി ട്രീറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ആ രോഗി രക്ഷപ്പെടും. ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ സാധിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറ്. ഡോക്ടർ, നമ്മുടെ ഓങ്കോളജി ശാസ്ത്രശാഖ മറ്റ് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് അതുമായി കിടപിടിക്കുന്ന ലെവലിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇന്ന് ലോകത്തിലെ ഡോക്ടർ, ഇതിനിടയ്ക്ക് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. പല VIP-കളും ട്രീറ്റ്മെന്റിന് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? അപ്പോൾ കേരളത്തിൽ ഇത്രയധികം അഡ്വാൻസ് ആയിട്ട് 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്ത്യക്കാരൊരു വിശ്വാസമുണ്ട്, അതായത് നമ്മുടെ നാട്ടുകാരെക്കാൾ അത് നമ്മുടെ ബ്രിട്ടീഷ് കോളനൈസേഷൻ ഞാൻ പറയാൻ വേണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പുറത്തുള്ള ആൾക്കാർ നമ്മളെക്കാൾ സുപ്പീരിയർ ആണ്. ഞാൻ ഒരിക്കലുമല്ല. നമുക്ക് ബേസിക് റിസർച്ച് ഇഷ്ടംപോലെ പുറത്ത് നടക്കുന്നത്, നമുക്ക് നടക്കുന്നില്ല, സമ്മതിക്കാം. കാരണം നമുക്ക് അതിനുള്ള ഒരു ബാക്കപ്പ് ഫെസിലിറ്റി ഇല്ല, നമുക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പക്ഷെ അതേ സമയത്ത് ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ എവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റും ഇന്ത്യയിൽ എടുക്കാൻ സാധിക്കും. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ
ദ ബെസ്റ്റ് ഹോസ്പിറ്റൽസ് ഇന്ത്യയിലുണ്ട്, ദ വേഴ്സ്റ്റ് ഹോസ്പിറ്റൽസ് ഇന്ത്യയിലുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമുക്കിവിടെ ഇല്ല. പക്ഷെ ആ സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് പുറത്തു പോയാൽ ഉണ്ട്. അതായത് ഒരു സ്റ്റാൻഡേർഡിനെ താഴെ വെച്ചുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് വെൽ സ്റ്റാൻഡേർഡൈസ്ഡ്. നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമുക്കിവിടെ ഇല്ലാത്ത. പക്ഷേ ഒരു VIP ഇവിടുന്ന് ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് കേരള പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം വി ക്യാൻ ഗിവ് ദി സെയിം ട്രീറ്റ്മെന്റ് ഹിയർ. പിന്നെ എന്തുകൊണ്ട് അവർ പോകുന്നത് വെച്ചാൽ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ സംശയം. രണ്ടാമത്തത്, പലരും ഇത് ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഡിസ്ക്ലോസ്ഡ്. നാട്ടുകാരെ അറിയാതെ പോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വരണം, അല്ലെങ്കിൽ അറിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാർ. പിന്നെ ചിലരുടെ വിചാരം ഇത് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കില്ല, പുറത്തു പോയാൽ മാത്രമേ രക്ഷപ്പെടും എന്ന് ചോദിക്കുക. അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ഗീവ് ദി എനി ട്രീറ്റ്മെന്റ്. നമുക്ക് ചിലപ്പോൾ കുറച്ച് എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് മാത്രം, ചിലപ്പോൾ പലതും ട്രയൽ ട്രീറ്റ്മെന്റ് മാത്രം ചിലപ്പോൾ പുറത്ത് ഇപ്പോൾ ട്രയൽസ് റൺ ചെയ്യുന്നുണ്ട്, അതൊന്നും കൂടെ ഉണ്ടാവില്ല. പക്ഷേ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഡ്രഗ്സ് ഇൻ ദി മാർക്കറ്റ്, എനി ട്രീറ്റ്മെന്റ് ഐ തിങ്ക് വിൽ ബി ഏബിൾ ടു ഓഫർ. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു നിമിഷവും അതുപോലെ തന്നെ ഏറ്റവും അധികം നിരാശ തോന്നിയ ഒരു നിമിഷവും ഡോക്ടറിന് ഓർമ്മയിൽ നിന്ന് പങ്കുവെക്കാൻ കാണും? എനിക്ക് ധാരാളം സന്തോഷമുണ്ടായ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരാശകൾ വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ. ഡോക്ടർ വളരെ പ്രിയപ്പെട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷയോടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഒരുപക്ഷെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ അതൊരു വല്ലാത്ത വേദനയെ അവശേഷിക്കാറുണ്ടല്ലേ? വേദന വരും, വേദന വരാതിരിക്കും. വേദന വന്നില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ല എന്ന് പറയും. വേദന വരും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത നിമിഷം നമ്മളെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കും, ഞാൻ പഠിച്ചൊരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നതിനപ്പുറം എനിക്ക് അമാനുഷികമായ ഒരു കഴിവുമില്ല എന്ന് ഞാൻ തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇന്ന് എനിക്ക് രോഗി നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് എന്നെ കാത്തിരിക്കുന്ന ആയിരങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് കാത്തിരിക്കുന്നത് എനിക്കറിയാം. ദാറ്റ് അഗെയിൻ ഞാൻ പലപ്പോഴും ആ സങ്കടത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ, പക്ഷെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മള് ഹോസ്പിറ്റലിൽ ബാക്കി രോഗികളുമായിട്ട് നമ്മൾ ഇടപഴകി കഴിയുമ്പോഴത്തേക്കും നമ്മളത് മറക്കും. പക്ഷെ തീർച്ചയായും ഓരോ മരണവും നമ്മളെ വേദനിപ്പിക്കും, അത് സംശയമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ധാരാളം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആ രോഗി മരിച്ചാലും രോഗിയുടെ ബന്ധുക്കള് ഇന്നും ഞാനുമായിട്ട് ബന്ധം പുലർത്തുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ 8 മണിക്ക് ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ടാന്ന് വെച്ചാൽ എനിക്ക് മറ്റന്നാൾ ഓണമാണ്. ആ ഓണക്കോടി ഞാൻ കൊടുക്കുന്നതിൽ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പേഷ്യൻ്റെ മാതാപിതാക്കൾക്ക് ഒറ്റ മകനായിരിക്കും, ആ മകൻ മരിച്ചു, പക്ഷെ ഞാൻ അവർക്ക് ഓണക്കോടി കൊടുക്കും ഈ ദിവസം. ബിക്കോസ് ആ മകന്റെ സ്ഥാനത്ത് എനിക്കൊരു സ്ഥാനമുണ്ട്. ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിന്റെ സുഖമാണ് പലപ്പോഴും ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസും അങ്ങനെയാണ്. പേഷ്യൻസും രോഗി മരിച്ചു കഴിഞ്ഞാലും ദേ മെയിൻറ്റെയിൻ, നമ്മൾ ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിനപ്പുറം നമുക്ക് അമാനുഷ്യമായ കഴിവ് തിരിച്ചറിവ് വരും. അവിടെയാണ് നമുക്ക് ആ വ്യത്യാസം വരുന്നത്. നമ്മുടെ മുഹൂർത്തങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ കൂടെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പിറന്നാളായിരുന്നു. ഞാൻ പിറന്നാളിന് ഞാൻ റൗണ്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു യങ് ലേഡി അവര് 2 കഷ്ണം കേക്ക് കൊണ്ട് തരുന്നത്, ഡോക്ടർക്കുള്ള കേക്ക് ഞാൻ കൊണ്ട് തരാം, ഫോർ യുവർ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത പേര് കിടന്നിരുന്ന ഒരു പാമനുഷ്യൻ, അദ്ദേഹം എന്നെ അതേ കണ്ണിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അത് എന്നോട് പറഞ്ഞു, എനിക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഭയങ്കര പുവർ പേഷ്യൻ്റ്, ഒന്നുമില്ല, പക്ഷെ എൻ്റെ പ്രാർത്ഥനകൾ എന്നും ഡോക്ടർ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഹരിദ്വാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് ഡോക്ടർക്ക് വേണ്ടിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഇതുവരെ കിട്ടിയ പിറന്നാളിലെ ഏറ്റവും വലിയ സമ്മാനം. അങ്ങനെ ഓരോ മുഹൂർത്തങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ദാറ്റ് ഈസ് വാട്ട് കീപ് യു ഗോയിങ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോഴേ ഈ സ്പെഷ്യാലിറ്റിയിൽ വന്നതിൽ ഞാൻ 100% അദ്ദേഹത്തോട് നന്ദി പറയും. കാരണം ഐ കുഡ് എൻജോയ് ദി പ്രൊഫഷൻ. അതുപോലെ ഈ ഒരു ശാസ്ത്രശാഖയ്ക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഡോക്ടർ വലിയൊരു സംഭാവനയാണ് ചെയ്തത്. സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തപ്പെടാനും ഇതിനെ ഒരു ഭയമില്ലാതെ ഈ രോഗത്തെ ഫേസ് ചെയ്യാനും നിരവധി പേർക്ക് ഡോക്ടർ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്തോഷം അത് തന്നെയാണ്. കാരണം ഞാൻ കോവിഡ് വരുന്നതിന് മുമ്പ് ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചയിലും ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ഓൾ മൈ വീക്കെൻഡ്സ്, ആഴ്ചകളൊക്കെ ഞാൻ സാധനം ചെലവാക്കുന്നത് ഇതുപോലെ ക്ലാസ് എടുക്കാൻ വേണ്ടിയായിരിക്കും. അത് സ്കൂളായിരിക്കും, കോളേജായിരിക്കും, പള്ളികളായിരിക്കും, ചിലപ്പോൾ വെറും പാടശേഖരങ്ങളായിരിക്കും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം, അതായത് ഒരു ഡോക്ടറുടെ ജീവിതം ഒരു 4 മതിൽ ചുറ്റുമുള്ള ഒരു റൂമിലല്ല വേണ്ട. ഡോക്ടർ ഹാസ് ടു ബി ഇൻ ടു ദി സൊസൈറ്റി, സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഞാൻ എവിടെ പോയി ഞങ്ങളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ മുറിക്കുള്ളോ അല്ലെങ്കിൽ വീട്ടിലെ ക്ലിനിക്കിലോ ഒതുങ്ങിയിരിക്കേണ്ട ആൾക്കാരല്ല. യു ഹാവ് ടു എൻ്റർ ദി സൊസൈറ്റി. സമൂഹത്തിന് നിങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ സമൂഹം നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കും. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു എൻജോയ്.
ഡോക്ടർ എഴുതിയ ജീവിതം എന്ന അത്ഭുതം എന്ന ബുക്ക് വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു ബുക്കായിരുന്നു. ഇനി അടുത്ത എന്തെങ്കിലും രചന ഉടനെ പ്രതീക്ഷിക്കാവോ? നിങ്ങളെ പലരും കണ്ടുകൊണ്ടാണ് ഞാൻ മാതൃഭൂമി സ്ഥിരം ഒരു കോൾ എഴുതുന്നുണ്ട്, സ്നേഹഗംഗ എന്ന് പറഞ്ഞിട്ട്. അത് കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് വരെ അത് നമ്മുടെ പേപ്പറിൽ തന്നെ പബ്ലിഷ് ചെയ്ത് വരുമായിരുന്നു. പ്രത്യേകിച്ചും നഗരം എന്ന ഇതില് വരുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നഗരം എന്ന് വരാറില്ല, സപ്ലിമെന്റ് വരാറില്ല. അപ്പൊ ഇന്ന് പക്ഷെ മാതൃഭൂമിയുടെ ഓൺലൈനിൽ എല്ലാ ആഴ്ചയിലും വരും, ഒരു ലേഖനം വരും. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഞാനൊരു 3.5 വർഷമായിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും എഴുതുന്ന ലേഖനങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗം നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനിയും ഒരു 2-3 ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ലേഖനങ്ങൾ അതിനകത്തുണ്ട്. അതിനുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ താല്പര്യത്തോടുകൂടി വായിച്ച ഒരു ബുക്കായിരുന്നു അത്. നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവങ്ങളാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതഗന്ധിയായ ഒരു അനുഭവങ്ങളായിരുന്നു എല്ലാം. അതുകൊണ്ടാണ് ഈ കൊറോണ കാലം ഡോക്ടറുടെ പ്രവർത്തനത്തെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പുറത്ത് ഇറങ്ങിപ്പോയി ക്ലാസ് എടുക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നം. പക്ഷെ ഇതുപോലെ വല്ലപ്പോഴൊക്കെ നമ്മൾ സൂമിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക, എന്തായാലും നമുക്ക് ആ പഴയ പോലെ നമുക്ക് നടക്കില്ല. ബിക്കോസ് നമ്മൾ അന്ന് ഇറങ്ങി ചെല്ലുന്ന പോലെ നമുക്ക് എല്ലായിടത്തും ഇറങ്ങി ക്ലാസ് എടുക്കാൻ സാധിക്കുന്നില്ല. അതിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്ക്രീനിങ്, ഞങ്ങൾക്കൊരു കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഉണ്ട് ഇവിടെ. ഞങ്ങളൊരു NGO ഗ്രൂപ്പാണ്. നമുക്ക് മാമോഗ്രാം യൂണിറ്റ് ഉണ്ടായിരുന്നു, അതായത് ഫ്രീ മാമോഗ്രാം യൂണിറ്റ് ഓൾ ഓവർ കേരള. നമ്മൾ റൺ ചെയ്യുന്ന ഒരു മൊബൈൽ മാമോഗ്രാം യൂണിറ്റ് ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല, കാരണം നമുക്ക് ക്യാമ്പിന് പോകാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ ചികിത്സയിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല, കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ നമ്മൾ തരണം ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം പോലും ഞാൻ ഈ കോവിഡ് കാലത്ത് ഹോസ്പിറ്റലിൽ പോകാതിരുന്നിട്ടില്ല. ഐ ഗോ ആൻഡ് ഇന്ററാക്ട്. ദൈവസഹായം കൊണ്ട് ഇതുവരെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായില്ല. വാക്സിനേഷൻ എടുക്കാൻ സാധിച്ചു. ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് ചില പ്രോബ്ലംസ്, പക്ഷെ അതിനേക്കാളൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പലപ്പോഴും രോഗികൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഈ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട്. ഞങ്ങൾ ഇവരെ ചികിത്സയ്ക്കുള്ള സഹായം കൊടുക്കുന്നു, ഒരു ആഹാരം കൊടുക്കാൻ സാധിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഡോക്ടർ, ഈ കൊറോണ കാരണം ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിൽ വരാതെ തങ്ങളുടെ രോഗം മറച്ചു വെച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? നമുക്ക് എന്താണ് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കാൻ കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫെസിലിറ്റി ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ. അതുപോലെ നമുക്ക് മരുന്നുകളെ എത്തിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ മരുന്നുകൾ എത്തിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ സഹായിച്ചത് മുഴുവൻ വിത്ത് ഓൾ ഡ്യൂ റിഗാർഡ്സ് ഞാൻ പറയും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ കൊച്ചു ചെറുപ്പക്കാരാണ്. അവര് ഓൾ വെഞ്ചേർഡ്. നമ്മളെ എപ്പോഴും നമ്മൾ പറയില്ലേ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കല്ല. എന്റെ കണക്കിൽ അങ്ങനെയല്ല. നമുക്ക് വി ക്യാൻ യൂട്ടിലൈസ് ദം പ്രോപ്പർലി. അവർ പലരും നമുക്ക് എത്തിപ്പറ്റാൻ പല സ്ഥലങ്ങളിൽ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ പോയി മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് അഗെയിൻ എ ടീം വർക്ക്. ആ ടീമിൽ ഇവരെല്ലാം നമ്മളെ പാർട്ടായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ കഴിയുന്നതൊക്കെ നമ്മൾ തേടി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, മരുന്ന് ബ്ലോക്ക് ചെയ്യാതെയൊക്കെ. ഡോക്ടറുടെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ദിവസം? എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് തലേ ദിവസം രാത്രിയാണ്. അന്ന് രാവിലെ ഞാൻ സാധാരണ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് എനിക്കൊരു കാർഡിയക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഒരു 3 years ബാക്ക്. ഡോക്ടർ ഒരു 3 വർഷം മുന്നേ അല്ലേ? ആരോഗ്യം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നോർമലാ. അതിന് മുമ്പ് വരെ ഞാൻ സാധാരണ എന്റെ ഉറക്കം തുടങ്ങുന്ന രാത്രി 2-2:30 ആയിരിക്കും. തലേ ദിവസം ഞാൻ പറയാൻ കാരണം അതുകൊണ്ട്, കാരണം ഞങ്ങൾ OP കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് സാധാരണ 1:30 മണി 2 മണിയൊക്കെ ആവും. വന്ന് കിടക്കുമ്പോൾ 2:30 മണിയാവും. രാവിലെ ഞാനൊരു 7:30, 8 ആകുമ്പോഴത്തേക്കും ഞാൻ പേഷ്യന്റിനെ കണ്ടു തുടങ്ങി. ആൻഡ് ദാറ്റ് ഗോസ് ടു അടുത്ത ദിവസം രാത്രി 2:30 വരെ പോകും. അപ്പൊ അതിനിടയ്ക്ക് പലപ്പോഴും നമുക്ക് ഊണ് കഴിക്കുന്നതിൽ ഇപ്പം 5 മണി 6 മണിക്കായിരിക്കും. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്കായിരിക്കും. രാത്രിത്തെ ചാപ്പാട് മിക്കവാറും 12-1 മണിക്ക് ശേഷമായിരിക്കും. ദാറ്റ് ഈസ് യൂസ് ടു ബി ലൈഫ്. അത് ഓൾ ദീസ് ഡേയ്സ്, ഓൾ ദി 7 days a week, അല്ലെങ്കിൽ 365 days a year, ഇത് തന്നെയായിരുന്നു. കാർഡിയക് പ്രോബ്ലം വന്നതിന് ശേഷം ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് വരും. എന്നാലും അതിങ്ങനെ തുടങ്ങിയപ്പോൾ കുറെ റെസ്ട്രിക്ഷൻ ആവശ്യം. ഇപ്പൊ കൂടി സാധനം OP ഇപ്പോഴും കഴിയുമ്പോഴും രാത്രി 9 വരെ ആവും. ഞാൻ കിടക്കുമ്പോൾ 12 മണിയാവും രാവിലെ. പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള, ഞാൻ ഇതിനിടയ്ക്ക് സിനിമകളെല്ലാം കാണും. എനിക്ക് ആവശ്യമുള്ള സിനിമകളൊക്കെ ഞാൻ കാണും. പണ്ട് തിയേറ്ററിൽ പോയി കാണുമായിരുന്നു, ഇപ്പൊ നമുക്ക് സാധിക്കുന്ന. പക്ഷെ നമ്മളെന്നാലും നമ്മളെ നെറ്റിൽ കയറി കാണും. ഞാൻ കളികളെല്ലാം കാണും. ഒളിമ്പിക്സ് മിക്കവാറും നല്ല ഇതൊക്കെ മുഴുവൻ ഞാൻ കണ്ടു. ഹോക്കി കണ്ടു. അതുപോലെ നമ്മളെ
ജാവലിൻ കണ്ടു, എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഏരിയസ് ആണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, എല്ലാം ചെയ്യാനുള്ള സമയമുണ്ട്. എല്ലാവരും പറയാം നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് ഒരു ദിവസം. പക്ഷെ ഹൗ യു യൂട്ടിലൈസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നത് 24 മണിക്കൂർ എന്നുള്ളതാണ്. ആ 24 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സമയമില്ല എനിക്കെന്ന് പറയാനുള്ള ഒരു കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് എന്നോട് ചോദിക്കുകയാണ് ലാസ്റ്റ് കണ്ട സിനിമ, നിങ്ങൾ ആരും കണ്ട സിനിമ കണ്ടു കഴിഞ്ഞു? ഞാൻ പൃഥ്വിരാജിന്റെ സിനിമ കണ്ടു കഴിഞ്ഞു, ലാസ്റ്റ് സിനിമ കണ്ടു കഴിഞ്ഞു. ഞാൻ നയൻതാരയുടെ നെറ്റിക്കണ്ണ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയും, അപ്പൊ എനിക്ക് ആയിക്കോട്ടെ ആമ്പിൾ ടൈം ടു സീ ഓൾ ദിസ്. അങ്ങനെ വേണം. ഞാൻ എപ്പോഴും പറയുന്നത് ലൈഫില് പ്രൊഫഷൻ മാത്രമൊന്നുമല്ല, ജീവിതം എന്ന് പറയുന്ന ജീവിതത്തിലെ പ്രൊഫഷണൽ ചെറിയ ക്യാൻവസ് മാത്രമേ ആവുന്നു. ചെറിയ ക്യാൻവസിന്റെ നടുക്കൊരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. നമുക്ക് ബാക്കി എല്ലാം വേണം. യുവർ ഫാമിലി ഷുഡ് ബി ദെയർ, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മുഴുവൻ വേണം, പാട്ട് വേണം, നമുക്ക് എല്ലാം കൊണ്ടുവരണം, കളികൾ വേണം. അങ്ങനെയാണെങ്കിൽ തന്നെ യുവർ ലൈഫ് ഇസ് കംപ്ലീറ്റ്. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് അപ്രോച്ചിങ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഡോക്ടറുടെ ഈ വർഷത്തെ ഓണം എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഓണാഘോഷം നമുക്ക് ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ വേറെ വിധത്തിൽ ആഘോഷിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓണക്കോടികൾ ധാരാളം കൊടുക്കേണ്ട ആൾക്കാരുണ്ട്, ധാരാളം. അത് രോഗികളുണ്ട്, എൻ്റെ ഓണക്കോടി പ്രതീക്ഷിച്ചിരിക്കുന്ന രോഗികളുണ്ട്, രോഗികളുടെ മാതാപിതാക്കളുണ്ട്, മരിച്ചുപോയ ഞാൻ പറഞ്ഞു രോഗികളുടെ ബന്ധുക്കളുണ്ട്. അവർക്കൊക്കെ ഞാൻ ഓണക്കോടി പലർക്കും കൊടുക്കാറുണ്ട്. എനിക്ക് അതുപോലെ എനിക്ക് അവിടെ നിന്ന് കിട്ടാൻ എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോഴും റീഡിസ്ട്രിബ്യൂഷൻ വേണേൽ പറയാം. എനിക്ക് കിട്ടും കുറേ, ഞാൻ അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അതുപോലെ നമുക്ക് പഴങ്ങളും കൊലകളും അതുപോലെ ഉപ്പേരിയൊക്കെ ധാരാളം കിട്ടും, അത് അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. എവറിത്തിങ് ഗോസ്. പക്ഷെ അതിനൊരു രസമുണ്ട്. ഒരു ഇപ്പം നാളെ രാവിലെ എനിക്ക് വിളിച്ച് പറയുന്നത് ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഞാൻ 1994 ട്രീറ്റ് ചെയ്ത. അന്ന് പോലെ അവൻ ഇന്ന് വരെ ഉത്രാടത്തിൻ്റെ രാവിലെ അവനും അമ്മയും അച്ഛനും ഇപ്പൊ എൻ്റെ ഭാര്യയുണ്ട്, ഒരു കാര്യം കൂടെ, ഒരു ഓട്ടോ നിറച്ച പച്ചക്കറിയായിട്ട് എൻ്റെ വീട്ടിൽ വരും. ഞാൻ അവനുള്ള ഓണക്കോടി അന്നോട്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പൊ വൈഫിനും. പക്ഷെ അങ്ങനത്തെ ലൈഫിന്റെ സുഖമുണ്ട്. അത് ഞാൻ പറയണ്ട, ദാറ്റ്സ് ഓണം. ആ ഓണത്തിന് എനിക്ക് ആ ഓണം ഞാൻ ഇപ്പൊ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഓണത്തിന്റെ എന്താണ് എനിക്ക് ഉണ്ണാനൊക്കെ കാണും. കാര്യം വെച്ചാൽ അവരെ ഒന്നുമില്ലെങ്കിൽ സമയ കണക്റ്റഡ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ മാത്രം എൻജോയ് ചെയ്യുന്നില്ല, എൻ്റെ ഫാമിലി മാത്രം എൻജോയ് ചെയ്യുന്ന ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൺ എടുക്കാറില്ല. എനിക്കൊരു വലിയ ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ എനിക്കൊന്ന് ദാറ്റ്സ് വാട്ട് ഐ എൻജോയ്. അവരെ എല്ലാവരും കൊണ്ടുവരുന്ന അവരെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരു മകനുണ്ട്. ആ മകൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞു. അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി. പക്ഷെ മോൻ പറയും അമ്മ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് സാധനം. അപ്പൊ എനിക്ക് കൊണ്ടുതരുന്ന ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു കാവ്യമുണ്ടാണ്, ഓണത്തിന് എനിക്ക് കൊണ്ടുതരും. അതിന്റെ ഒരു സുഖമാണ് ശരിക്കും ഓണത്തിന് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ലേ, അത് ആ ഒരു അനുഭവം നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം, അല്ലേ ഡോക്ടർ? ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ സുഖം എന്താന്നുള്ളത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു പൊന്നോണ ആശംസ ഡോക്ടറിനെ നേർന്നു. തിരിച്ചങ്ങോട്ടും അതുപോലെ കേൾക്കുന്ന എല്ലാവർക്കും കാണുന്നവർക്കും കേട്ടോ, എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം, എന്നും ഓണമായിട്ടിരിക്കുന്നത് ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ, ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചു.